അമിത്ഷാ കൂട്ടുകെട്ട് പൊട്ടിച്ചെറിയാനായി RSSന്റെ പിൻബലത്തിൽ യോഗി കളത്തിലേക്ക് ഇറങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ മഹാകുംഭമേളയാണ് ഈ വഴിക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. കുംഭമേളയിൽ ചവിട്ടി അരക്കപ്പെട്ട കുറെ മനുഷ്യർ മരണത്തിനിടയാക്കിയിട്ടും ട്രെയിനിൽ കയറാനായി തടിച്ചുകൂടിയ ജനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ പോയതിന്റെ പേരിൽ പിന്നെയും കുറെ മനുഷ്യർ ഇല്ലാതെ ആയതൊക്കെ ഒഴിച്ചു നിർത്തിക്കൊണ്ടാണ് BJP പറയുന്നത് 64 കോടി ജനങ്ങൾ പങ്കെടുത്ത മഹാകുംഭമേള മഹാവിജയമാണ് എന്ന്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ മോദി, അമിത്ഷാ, യോഗി എന്നിവരുടെ ത്രികോണ പോരാട്ടമാണ്, പോർമുഖമാണ് BJPക്കുള്ളിൽ അരങ്ങേറുന്നത്. ഇവിടെ എല്ലാം എന്റെ കഴിവാണ്, ഞാൻ ചെയ്തതാണ് എന്ന് യോഗി പറയുമ്പോൾ പ്രയാഗ്രാജിൽ ഉടനീളം മോദിയുടെ ഫ്ലക്സ് ബോർഡുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രഭാവം നഷ്ടപ്പെട്ട നരേന്ദ്രമോദി മഹാകുംഭമേളയുടെ പേരിൽ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നടത്തുന്ന നീക്കമാണ് പാർട്ടിക്കുള്ളിലെ പിന്തുടർച്ചാവകാശ തർക്കത്തിനിടയാക്കിയിരിക്കുന്നത്. മേളയുടെ വിജയം ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രി ആദിത്യനാഥിന്റെ നിലപാടാണ് അധികാര തർക്കത്തിന് വിത്തുപാകിയത്. മോഡിയുടെ പിൻഗാമി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമിത്ഷാ നേതൃപദവി ലക്ഷ്യമിട്ട് കരുക്കൾ നീക്കാൻ ശ്രമം ആരംഭിച്ചതോടെ ഗോധയിൽ 3 പേരുടെ ശക്തി പരീക്ഷണമാണ് നടക്കുന്നത്. 2024 BJP തനിച്ച് 400 സീറ്റ് ഉറപ്പിക്കുമെന്ന സ്വപ്നം കൊഴിഞ്ഞതും ഘടകകക്ഷികളുടെ തോളിലേറിയുള്ള പ്രധാനമന്ത്രി പദവിയും മോഡിയുടെ ജനപ്രീതി വൻ ഇടവി വരുത്തിയെന്ന് അദ്ദേഹത്തോടൊപ്പം നിന്നവർ തന്നെ വിലയിരുത്തുകയാണ്. ഇത് മറികടക്കാൻ മഹാകുംഭമേളയെ മോഡി പ്രധാന ആയുധമാക്കുന്നത്. കുംഭമേളയുടെ പേരിൽ പുറത്തിറങ്ങിയ എല്ലാ പരസ്യങ്ങളിലും മോദി ചിത്രത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കൂറ്റൻ പരസ്യ ബോർഡുകളാണ് മോഡിയുടെ പേരിൽ പ്രയാഗ്രാജിൽ ഉടനീളം സ്ഥാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ശക്തി കേന്ദ്രമായ UPയിൽ പാർട്ടിയുടെ പ്രകടനം ശരാശരിയിൽ താഴെയായത് മോദി ആദിത്യനാഥ് ഭിന്നത രൂക്ഷമാക്കുന്നതിനും മുഖ്യമന്ത്രിക്കെതിരെ വിമത നീക്കം ശക്തമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. RSS തലവൻ മോഹൻ ഭഗവത് ഇടപെട്ടതോടെയാണ് വിമത നീക്കത്തെ ശാന്തമാക്കിയത്. 2013 നടന്ന മഹാകുംഭമേളയുടെ തൊട്ടു പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് BJP അധികാരത്തിൽ വന്നത്. BJP ഭരണത്തിനും മോദിയുടെ ഉയർച്ചയ്ക്കും വഴിമരുന്നിട്ട മഹാകുംഭമേളയ്ക്ക് ശേഷം 2025 അവസാനിച്ച പ്രയാഗ്രാജിലെ മേള പാർട്ടിക്കുള്ളിൽ ഇതുവരെ കാണാത്ത ബലപരീക്ഷണത്തിന് വഴിയൊരുക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മഹാകുംഭമേളയ്ക്ക് പിന്നാലെ മോദിയെ വെല്ലുന്ന തരത്തിൽ ആദിത്യനാഥ് അപ്രമാദിത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. മോദിക്ക് ശേഷം അമിത്ഷാ എന്ന തരത്തിലുള്ള പ്രചാരണം തല്ലിക്കെടുത്താനും കുംഭമേളയെ ആദിത്യനാഥ് ആയുധമാക്കി. മോദിക്ക് ശേഷം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് താൻ യോഗ്യനാണ് എന്ന് പറയാനും യോഗി മുതിർന്നിരിക്കുമ്പോൾ അമിത്ഷായെ 41 ദിവസം കൊണ്ട് അടിച്ചിരുത്താൻ യോഗിയെ കൊണ്ട് സാധിക്കുന്നു എന്ന് വേണം പറയാൻ.